കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ടിപ്സ്, ഹെയർ ഫോൾ ഉണ്ടോ, ബ്ലാ ബ്ലാ ബ്ലാ, കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, ശരി എൻ്റെ ഹെയർ കെയർ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, മേ ബി നിങ്ങൾക്ക് ഹെൽപ്പ് ആയാലോ. സോ ഇന്ന് ഞാനൊരു ടിപ്പായിട്ട് വന്നിരിക്കുകയാണ്. വെരി സിമ്പിൾ. നമുക്ക് വേണ്ടത് ഒരു മുട്ട ആൻഡ് സം കേർഡ്. ഈ മുട്ടയും കേടും കൂടിയും ഇട്ടിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. ആ മുട്ടയും തൈരും നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ചെറുതായിട്ട് എനിക്ക് സ്മെല്ല് കാണും, ബട്ട് നമുക്ക് നല്ല റിസൾട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ല് സഹിച്ചേ പറ്റുള്ളൂ. മുട്ടയ്ക്ക് നമ്മൾ പറയും പ്രോട്ടീൻസ് റിച്ച് ആണെന്ന്. അപ്പോൾ മുട്ട കഴിക്കാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. സോ അങ്ങനത്തെവർക്ക് ഇത് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇറ്റ്സ് യുവർ വിഷ്. പക്ഷേ ഇറ്റ്സ് വർത്ത് ട്രൈങ്. ഫസ്റ്റ് അപ്ലൈയിൽ തന്നെ ഒരുപാടധികം റിസൾട്ട്സ് നമുക്ക് മനസ്സിലാവും. ഹെയർ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും. ഒരുപാട് ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. മുട്ടയുടെയും ആ തൈരും രണ്ടിൻ്റെയും തൈരിലൊരു ആസിഡ് ഉണ്ട്. അത് നമ്മുടെ ഈ മുട്ടയിലുള്ള ഒരു കണ്ടന്റ് വെച്ചിട്ട് മിക്സ് ആകുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസിനെസ് മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിലോട്ടാണ്. പിന്നെ റെസ്റ്റ് മാത്രം നമ്മൾ റൂട്ട്സിലോട്ട് മറ്റേ നമ്മുടെ ലാദർ പാർട്ടിലോട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല ഷവർ ക്യാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മേത്തിലോട്ടോ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് ഒഴുകി നമ്മുടെ മേത്ത് കൂടിയും മുഖത്ത് കൂടിയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അന്നേരം അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. ആ ഇറിറ്റേഷൻ ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഷവർ ക്യാപ്പ് അങ്ങ് വെച്ചാൽ മതി. സോ നമുക്കത് കുറച്ച് നേരം വെക്കാൻ പറ്റും ചെയ്യും, ആൻഡ് നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ മാറി കിട്ടും ചെയ്യും. ഞാനിപ്പോൾ ഈ വീഡിയോന് വേണ്ടി കുറച്ച് സ്പീഡായിട്ട് കാണിക്കുവാണ്. ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഹെയറിൻ്റെ ഫുൾ ലെങ്ത്തിലും ഇട്ട് കൊടുക്കുക. എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മളായിട്ട് നമ്മളിത് ഇട്ട് കൊടുത്ത് നമ്മൾ ഫുൾ നമ്മുടെ ഹെയറിൽ ലെങ്ത്തിലെല്ലാം ഇട്ട് കൊടുത്ത് മേക്ക് ഷുവർ നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ സൈഡ്സിലും ഇത് റീച്ച് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് നമ്മളിതിനെ ഒരു ബൺ പരുവത്തിലാക്കി ഫിക്സ് ചെയ്യാം. റൈറ്റ്, യാ, ബണ്ണാക്കി നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മളെല്ലാവരുടെയും കുറച്ച് സ്മെല്ലി ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. മുട്ട ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. മുട്ട കഴിക്കാത്ത കുറേ പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ്ലി മുട്ട കഴിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ എനിക്കിത് വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് എങ്ങനെയാണ് ഇഷ്ടമുള്ള പോലെ നമുക്ക് തേക്കാം. പിന്നെ കുറേ പേര് പറയും മുട്ടയുടെ മഞ്ഞ ഇടാൻ പാടില്ല, മഞ്ഞയും കൊണ്ട് ഡാൻഡ്രഫ് വരുന്നു. ബട്ട് എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് രണ്ട് കോമ്പിനേഷനും എനിക്കിതുവരെ എൻ്റെ ഹെയറിന് പ്രോബ്ലം വന്നിട്ടില്ല. ഹെയർ ഇനി ബെറ്റർ ആക്കിയിട്ടേ ഉള്ളൂ. ഇത് ആക്ച്വലി ഞാനൊരു 7-8 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഹാക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ അതിലൊരു സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അതിലൊരു ഇഷ്യൂസ് എൻ്റെ സ്കാൽപ്പിലോട്ട് വന്നിട്ടില്ല. ബട്ട് നമ്മൾ പറയുമല്ലോ, എല്ലാവരുടെയും സ്കാൽപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല. ഇത് എനിക്ക് സൂട്ടാവുന്നുണ്ട്. മേ ബി എന്നെ പോലെ കുറേ പേർക്കും സൂട്ടാവാം. വൺസ് ട്രൈ ചെയ്ത് നോക്ക്. ഇറ്റ് വോണ്ട് ഹാം എനിബഡി. നമുക്കിത് ഹാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്കൊരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് ഇഫ് ഇറ്റ്സ് നോട്ട് സൂട്ടിങ് യു ക്യാൻ ജസ്റ്റ് ഇംപ്രവൈസ്. മേ ബി ഈ പറയുന്ന പോലെ മഞ്ഞ മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം അതിലിട്ടിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ട മാത്രം എടുത്തിട്ട് ഇടാം, തൈര് മാത്രമേ ആയിട്ട് ഇടാം. രണ്ടും കൂടി മിക്സ് ചെയ്യണ്ടെന്നാണെങ്കിൽ, മുട്ടയുടെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മുട്ട മാറ്റി തൈരിടാം. സി ഓക്കെ.
അപ്പോൾ ഇതൊരു നല്ലൊരു ഹാക്കാണ്. ഇനി ഞാനിത് ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു 15 to 20 minutes മാക്സിമം ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ മുട്ട നമ്മുടെ ഹെയറിൽ ഇരുന്നിട്ട് നമ്മുടെ തല ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ ആ ചൂടത്ത് ഇരുന്നിട്ട് കുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വരുന്നതിന് മുന്നേ ഒരു 15 minutes മതി. ഇൻ കേസ് ടൈം കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഒരു 20 to 25 minutes വെച്ചാൽ മതി. വെച്ചിട്ട് നമുക്ക് നന്നായി ഷാംപൂ, whichever shampoo you guys are using, you can just wash with it. അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഹായ്, അപ്പോൾ ഇത് കണ്ടോ, ഞാൻ എൻ്റെ ഹെയറെല്ലാം വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഡ്രൈ ആക്കി. ഒന്നും ഇട്ടിട്ടില്ല, സീറം ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അതെല്ലാം ഇടുന്നതിന് മുന്നേ ആ ഒരു മുട്ടയും കേർഡിൻ്റെ മാജിക് വെക്കും. കണ്ടോ എത്ര ഫ്രീയും സ്മൂത്തായിട്ടിരിക്കും. കണ്ടോ എൻ്റെ ഹെയർ നമ്മളൊരു ചീപ്പ് വയ്ക്കുകയാണെങ്കിൽ അതങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ പല ആഡ്സിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ അതിനൊന്നും ഈ പറയുന്ന പോലത്തെ മുടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരുപാട് എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളിലൂടെ എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു നമ്മൾ TV ആക്ടേഴ്സും ഒക്കെ കാണുന്നവരുടെയൊക്കെ മുടിയിരിക്കുന്ന പോലെ എങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു മുടി കിട്ടാം എന്നാണ് ഞാൻ ഇതിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇനിയും ഹെയർ ടിപ്സ് ആൻഡ് ഹെയർ കെയർ ഹാക്സിലൂടെ ഞാൻ ഇനി വരുന്നതാണ്. So please stay tuned with Life Hacks with Padmasree. Bye.